ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സുകുമാരക്കുറുപ്പ് ഇല്ല അതിനകത്ത് അന്വേഷണം ഉണ്ടാകത്തില്ല. കാരണം ഇതുപോലെ ധാരാളം ആൾക്കാർ ഫ്രോഡ് പാസ്പോർട്ടുമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളുണ്ട്. ഇതിനകത്ത് മേനോൻ തന്നെ സുകുമാരക്കുറുപ്പിന് ഏതേതോ കഥയിലെ വേടനായി ശ്യാമമായി കരളിൽ കരഞ്ഞമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ഇയേഴ്സ് ബാക്ക്. ഓക്കെ, എന്ന് 24 പറയുന്നു, എന്നാൽ സുകുമാരക്കുറുപ്പല്ലെന്ന് മനോരമ പറയുന്നു. എന്തുവാണ് ഇവിടെ നടക്കുന്ന? നമ്മുടെ ആഷ്മി ശ്രീകണ്ഠൻ SK എന്നൊക്കെ കട്ടക്ക്, പ്രത്യേകിച്ച് ആഷ്മി കടും കട്ടക്ക്. ഇത് ശ്രീകണ്ഠൻ സോറി, ഇത് സുകുമാരക്കുറുപ്പ് തന്നെ. സുകുമാരക്കുറുപ്പ് സത്യം പറഞ്ഞ അങ്ങനെ ഒരു മിത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. പിടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം അങ്ങ് പോയി. പിടിച്ച് ആ ഒരു മൂഡ് വരും. പാവമല്ല, ആളെ നാറിയ പരിപാടിയാണ് കാണിച്ചത്. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി വേറൊരു തന്നെ തീർത്തിട്ട് കരിച്ചിട്ട് തന്റെ രൂപ സാദൃശ്യമുള്ളവനെ തീർത്തിട്ട് ഇൻഷുറൻസ് തട്ടാനുള്ള പരിപാടിയാണ് അന്ന് 1984 30 ലക്ഷത്തോളം രൂപ. അന്ന് 30 ലക്ഷം ഉണ്ടെങ്കിൽ ഇന്ന് 300 കോടിയുടെ പവറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു നാറിയ പരിപാടി കാണിച്ചവനാ. ഇവനൊന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു മിത്തായിട്ടിരിക്കുന്നതിടെ നല്ലത്. അങ്ങേർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നത്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയത്തില്ല, മരിച്ചോന്നും അറിയത്തില്ല. എന്നാലും ഇങ്ങനെ പോലീസുകാരൊക്കെ അങ്ങേര് അറ്റാക്ക് എന്തോ വന്ന് തീർന്നെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി ക്ലോസ് ചെയ്യാൻ വേണ്ടി നിന്ന് ലാസ്റ്റ് ഒപ്പിടാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ ഹാഷ്മി എണ്ണ 24 കത്തി ഇളകി. സുകുമാരക്കുറുപ്പ് അത് തന്നെ തന്നെ സുകുമാരക്കുറുപ്പ് ഈ മൂഡിൽ ഇറങ്ങിയത്. എന്തായാലും ഇപ്പൊ കത്തി ജ്വലിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് എന്ന് 24 ചാനലുകാർ എടുത്തു വച്ച ഒരാളുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. അവര് രംഗത്ത് വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആകെ മൊത്തം വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയാണ്. ഇന്നത്തെ 2K കിഡ്സിന് സുകുമാരക്കുറുപ്പിനെ എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ DQന്റെ കുറുപ്പ് സിനിമ പോയി കണ്ടാൽ മതി. അത് തന്നെയാണ് സുകുമാരക്കുറുപ്പ്. കുറച്ചുകൂടി വിചലിമ്പിപ്പിച്ച് മാസാക്കി എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെയാണ് പടം, അത് തന്നെയാണ് സ്റ്റോറിയും. ഓക്കെ, അപ്പൊ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ അതിനുശേഷം ആരും കണ്ടിട്ടില്ല. ആ വിഷയത്തിന് ശേഷം എവിടെയോ എന്തോ പല പേരിൽ ഏതേതോ കഥയിലെ വേടനായി ശാപമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല പേരിലും പല രൂപത്തിലും മാറിപ്പോയി. ഇന്ന് എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. പിടികിട്ടാ പുള്ളി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പിടികിട്ടാ പുള്ളിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചരിത്രത്തിൽ മിക്കവാറും ഇടം നേടും. ഹിറ്റ്ലറൊക്കെ നേടിയതിന്റെ വേറൊരു വെർഷൻ, അത്രയും വരില്ല എങ്കിലും വേറൊരു സൈഡിൽ നിന്ന് ചരിത്രത്തിൽ ഇടം നേടും. ഇപ്പൊ തന്നെ ചരിത്രത്തിലുണ്ട്. അങ്ങനെയാണ് നിൽപ്പ്. പിടി കിട്ടിക്കഴിഞ്ഞാൽ ഗുമ്മങ്ങ് പോയത്. സത്യം പറഞ്ഞാൽ പിടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ഇനി പിടി കിട്ടി സുകുമാരക്കുറുപ്പ് അയ്യേ ഈ മൂഡിലൊക്കെയാണ് ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പവറുണ്ട് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, ആ ഒരു സാധനം അങ്ങ് പോകും. DQ ഒക്കെ അന്ന് അഭിനയിച്ചതും കൂടി കണ്ടപ്പോൾ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കയറി അതങ്ങ് ഇല്ലാണ്ടായിപ്പോ. അത് ഇല്ലാണ്ടാക്കരുത്. അതുകൊണ്ട് പിടി കിട്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ചുമ്മാ പറഞ്ഞാൽ പിടി കിട്ടിയാൽ പിടിച്ച് ശിക്ഷിക്കണം. എൻ്റെ ഇത് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇനി ഞാൻ സുകുമാരക്കുറുപ്പിന്റെ ആളാണെന്നൊന്നും പറയില്ല. നാളെ വന്നിട്ട് ഇനി എൻ്റെ അച്ഛൻ സുകുമാരക്കുറുപ്പ് എന്നൊന്നും പറഞ്ഞ് എന്നെ വ്യാജ കേസിലൊന്നും പിടിച്ചോണ്ട് അകത്ത് പോയുള്ളൂ. ചുമ്മാ അർജായിട്ട് കേട്ടോ അമ്മച്ചിയുടെ പറയാൻ പറ്റൂല. ഇപ്പൊ പോകുന്നവനെയൊക്കെ എല്ലാവരും പിടിക്കുന്ന കാലമാണ്. ഏതിനെങ്കിലും ഒക്കെ എടുത്തിട്ട് പിടിക്കും. എന്തായാലും നമുക്ക് ഹാഷ്മിയാണ് എൻ്റെ ന്യൂസ് ഒന്ന് കേൾക്കാം. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ ബിഗ് എക്സ്പ്ലോഷൻ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. സുകുമാരക്കുറുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. 2023 ചിത്രീകരിച്ച എടുത്ത സുകുമാരക്കുറുപ്പിന്റെ ചിത്രം. അവസാനിക്കാത്ത ഒരുപാട് കഥകൾ, തീരാത്ത അന്വേഷണം, ഒരിക്കലും അറിയാത്ത പേരും മുഖവും വീണ്ടും കേരളത്തിന് മുന്നിലേക്ക് എത്തുന്നു. അധ്യായം അടയ്ക്കാറായിട്ടില്ല. കേരള പോലീസ് സുകുമാരക്കുറുപ്പിന്റെ ഫയൽ അടയ്ക്കാറായിട്ടില്ല. സുകുമാരക്കുറുപ്പിന്റെ ഫയൽ അദ്ദേഹം ഹൃദ്രോഗബാധിതനായി മരിച്ചു പോയിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത രാവിലെയാണ് വന്നത്. ആ ഫയൽ അടയ്ക്കാറായിട്ടില്ല. 2023 ചിത്രം 24 പുറത്തുവിടുന്നു. സുകുമാരക്കുറുപ്പ് 2023 ഇപ്രകാരം ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനുശേഷം അയാൾ ഒളിത്താവളങ്ങൾ മാറിയിരിക്കുന്നു. ഒളിത്താവളത്തിന് തൊട്ടരികിൽ 24 വാർത്താ സംഘം ഒരു രാജ്യം ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു രാജ്യത്തുള്ള അദ്ദേഹമല്ല അയാളുടെ ഒളിത്താവളത്തിന് തൊട്ട് മുന്നിൽ 24 വാർത്താ സംഘം ഇവിടെയുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. അവസാനിക്കാത്ത കഥകൾ ഈ പറയുന്ന പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് വീണ്ടും കേരള സമൂഹത്തിൽ ചർച്ചയാവുന്നതിനിടയിലാണ് 91 ആ പാസ്പോർട്ട് എക്സ്പയർ ആയി. അതിനുശേഷം പല കൃത്രിമത്തിലൂടെ ഓരോരോ രാജ്യങ്ങൾ മാറി സഞ്ചരിക്കുകയായിരുന്നു സുകുമാരക്കുറുപ്പ്. ഇന്റർപോളിന്റെ ലിസ്റ്റിലുള്ള ആളാണ്. ഇന്റർപോൾ ലിസ്റ്റിൽ സുകുമാരൻ ശിവരാമക്കുറുപ്പ് എന്നാണ് സുകുമാരക്കുറുപ്പിന്റെ വാർത്ത. ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആണെന്ന് ഉറപ്പായും പറയാം. സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ട് എന്ന ഈ മണിക്കൂറിലെ അല്ല, ഈ ദിവസത്തെ അല്ല, ഈ ആഴ്ചയിലെ അല്ല, ഒരുപക്ഷെ പോയ വർഷത്തെ ഏറ്റവും വലിയ ബിഗ് എക്സ്പ്ലോസീവ് ബ്രേക്കിംഗ് പ്രേക്ഷകരെ അറിയിക്കുന്നു.
വിദേശത്ത് 25 വർഷമായി ഒളിവിലാണ്. സുകുമാരക്കുറുപ്പ് മരിച്ചുപോയിട്ടില്ല. ഹൃദ്രോഗബാധിതനായി സുകുമാരക്കുറുപ്പ് മരിച്ചുപോയിട്ടില്ല. അയാളുടെ ഭാര്യയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ സുഖവിവരങ്ങൾ, ഭാര്യയ്ക്ക് എന്തോ അസുഖമുണ്ടായപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അടുത്ത് പോലും അയാളുടെ ഭാര്യയുടെ സുഖവിവരങ്ങൾ ഫോണിൽ കൂടെ മറ്റൊരു നമ്പറിൽ കൂടെ അന്വേഷിക്കുന്നു. 2023 ചിത്രം 24 പുറത്തുവിടുന്നു. സുകുമാരക്കുറുപ്പ് ഒന്നും പറ്റിയിട്ടില്ല. അയാൾ പോലീസിനെ കബളിപ്പിച്ച് കേരള സമൂഹത്തെ ഒന്നാകെ കബളിപ്പിച്ച് അയാൾ ഇപ്പോഴും ജീവിക്കുന്നു. അയാൾ കേരള പോലീസിന് മുന്നിലെ നാണക്കേടിന്റെ ഒരു ബ്ലോട്ടായി ഇക്കാലം അത്രയും സുകുമാരക്കുറുപ്പ് നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാം എന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ ആലോചനയുടെ വാർത്ത വന്നത്. ഇല്ല, കേരള പോലീസ് സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല, സുകുമാരക്കുറുപ്പ് ജീവനോടെ ഇരിക്കുന്നു. സുകുമാരക്കുറുപ്പ് അയാളുടെ ഒളിത്താവളങ്ങൾ മാറി പല രാജ്യങ്ങളിൽ ഒളിത്താവളങ്ങൾ മാറി ഇപ്പോൾ രാജ്യത്ത് സുകുമാരക്കുറുപ്പ് ഉണ്ട്. അയാളുടെ ഒളിത്താവളത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ 24 വാർത്താ സംഘം. ബിഗ് എക്സ്പ്ലോസീവ് എന്ന് ഉറപ്പായും പറയാം. 1984 ജനുവരി 22 കേസിനാസ്പദമായി നാടിനെ നടുക്കിയ ആ സംഭവം സ്വന്തം പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി താൻ മരിച്ചുവെന്ന് വരുത്താൻ നിരപരാധിയായ ഒരു ചാക്കോയെ, ഒരു പാമ്പിടിച്ചവനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ച് നാട് കടന്ന ഇന്റർപോൾ ലിസ്റ്റിലുള്ള സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളുടെ 2023 ചിത്രമാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. ഒന്നും അവസാനിച്ചിട്ടില്ല. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഇരിക്കുന്നു. സുകുമാരക്കുറുപ്പ് ഒരു വിദേശ രാജ്യത്ത് അയാളുടെ ഒളിത്താവളത്തിൽ ഭദ്രനായിരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം 24 വാർത്താ സംഘം ഒളിത്താവളത്തിനുള്ളിൽ കടക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും കേരളത്തെ ഈ സമയം 24 അറിയിക്കുന്നത് ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആണ് എന്ന് ഉറപ്പായും പറയാം. ഈ പറയുന്നത് പോലെ ഈ വ്യക്തിയാണ്, ഇവർ ഫോട്ടോ സഹിതം വിട്ടിട്ടുണ്ട്, ഈ വ്യക്തിയാണ് സുകുമാരക്കുറുപ്പെങ്കിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഇങ്ങനെ കുടുംബം വേറെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ സ്ഥിതിക്ക് മൊത്തം അടപടലം തേഞ്ഞൊട്ടിരിക്കുകയാണ്. ഇനി സത്യാവസ്ഥ കണ്ടെത്തട്ടെ, അത് തന്നെ പറയാനുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വ്യക്തിയാണ് സുകുമാരക്കുറുപ്പ് എങ്കിൽ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിലുള്ള കാര്യം ഈ 24 ചിന്തിച്ചിട്ടുണ്ടോ? വല്ല പിടിയുണ്ട്? കാരണം നിങ്ങളുടെ ഇത്രയും വലിയൊരു മെയിൻ സ്ട്രീം മാധ്യമം വഴി വ്യാജ വാർത്ത വിട്ട് അവസാനം ആ കുടുംബത്തിന് നഷ്ടപരിഹാരവും കൊടുത്ത് കുടുംബത്തോട് മാപ്പും പറഞ്ഞ് നിങ്ങൾക്കെതിരെ കേസുമായി എല്ലാം കൂടി അടപെടാതെ മൂഞ്ചുന്നൊരു അവസ്ഥ വരും. ഓക്കെ, അത് ചെറുതായിരിക്കില്ല. എനിക്ക് എന്തോ ഒരു വശപ്പശൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി റിയൽ ആയിട്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുറുപ്പ് സിനിമ കാണുന്നു, അങ്ങേരുടെ ലൈഫ് അങ്ങേരെ സിനിമയായിട്ടിരുന്ന് കാണുന്നു, അതൊരു വല്ലാത്തൊരു മൊമെന്റ് തന്നെ. അതിനുശേഷം ഇപ്പൊ ഈ വാർത്ത വരുമ്പോ ഇതല്ല കുറുപ്പ്, വേറൊരു വ്യക്തിയാണ് കുറുപ്പെങ്കിൽ ആ വ്യക്തി ഈ ന്യൂസ് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. യുവന്മാരെ കൊണ്ടത് വയ്യ, എന്നെ പിടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും കേരള പോലീസിനില്ല. ഈ മൂഡിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, അറിയില്ല. എന്തായാലും കൊള്ളാം 24 എണ്ണന്മാരെ. ഇതെങ്ങാണ്ട് കുറുപ്പല്ലെങ്കിൽ ഇത് 1.5 കുറുപ്പായി പോകും. കാരണം ഇതിൽ വേറൊരു വിഷയമുണ്ട്, ആ സൈഡിലോട്ടേ വരാം. ഓക്കെ, ഇനി ഇത് കുറുപ്പാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾ ഇത് കുറുപ്പാവാൻ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും 24കാരുടെ. അയ്യോ, മുക്കറിയിട്ട് മൂക്കിലിട്ടാൽ പോലും അവസ്ഥ വല്ലാതെയുമേയായിരിക്കും. പിന്നെ വേറൊരു കേസുണ്ട്, ഇവര് ന്യൂസ് വിട്ടതിന് ശേഷം ഈ ഫോട്ടോയിലുള്ള വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും എസ്കേപ്പ് ആവാൻ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വീട് സഹിതമൊക്കെ കാണിക്കുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. ഇതാണ് സകലമാന അന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ച് പതിറ്റാണ്ടുകളായി ഒളിവിൽ കഴിയുന്ന സാക്ഷാൽ സുകുമാരക്കുറുപ്പ്. 1984 കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ ആ പിടികിട്ടാപ്പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന സത്യം 24 പുറത്തുവിട്ടു. ബ്രൂണയിലെ ഉൾപ്രദേശത്ത് സുകുമാരക്കുറുപ്പ് മാറി മാറി കഴിയുന്ന ഒളിത്താവളങ്ങൾക്ക് മുന്നിൽ 24 സംഘമെത്തി. സുഹൃത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇദ്ദേഹം സുകുമാരക്കുറുപ്പാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുൻപ് സുകുമാരക്കുറുപ്പിന്റെ പാസ്പോർട്ട് അദ്ദേഹം കണ്ടിരുന്നു. ആ പാസ്പോർട്ടിൽ സുകുമാരക്കുറുപ്പ് എന്നുള്ള അദ്ദേഹം കണ്ടിരുന്നു. എന്നാൽ അത് ഇയാൾ കണ്ടു എന്ന കാര്യത്തിൽ സുകുമാരക്കുറുപ്പിന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നീട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യത്തിനൊന്നും അദ്ദേഹം നിന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് പിന്നീട് ആ രണ്ടാമത്തെ സുഹൃത്താണ് ഇദ്ദേഹത്തോട് തന്ത്രപരമായ ഒരു ഫോട്ടോ എങ്കിലും എടുത്തു വെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ 24ലൂടെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പേരുമാറ്റിയും ദുരൂഹത ഉണർത്തുന്ന പെരുമാറ്റവുമായി 4 നൂറ്റാണ്ടായി ബ്രൂണയിൽ ജീവിക്കുകയാണ് സുകുമാരക്കുറുപ്പ്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുകുമാരക്കുറുപ്പ് സമ്പന്നനായി ജീവിക്കുന്നുവെന്ന് 24 അന്വേഷണത്തിൽ വ്യക്തമായി. മലേഷ്യയിൽ ജനിച്ച മലയാളിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ബ്രൂണയിലെ ഒളിവ് ജീവിതം. അബുദാബിയിലുള്ള ഭാര്യയും മകനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമൂഹവുമായി, പ്രത്യേകിച്ച് മലയാളികളുമായി അകന്നാണ് സുകുമാരക്കുറുപ്പ് കഴിയുന്നത്. 80നോടടുത്ത് പ്രായമുള്ള സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ആരോഗ്യവാനാണെന്ന്
ബ്രൂണയിൽ സുകുമാരക്കുറുപ്പിനെ നേരിൽ കണ്ടവർ 24-നോട് പറഞ്ഞു. ഉള്ളത് പ്രായത്തിന്റെ ചെറിയ അവശതകൾ മാത്രം. ഓക്കെ, 19 വയസ്സായെന്നും ഈ വ്യക്തി ഭയങ്കര ആരോഗ്യവാനാണെന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അതുപോലെ കൂടുന്ന ഏതോ സുഹൃത്താണ് ഹൂഫിച്ച് അണ്ണാക്കി കൊടുത്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനാണ് സൂപ്പർ സുഹൃത്ത്, അണ്ണാക്കിൽ കൊടുക്കുന്ന സുഹൃത്ത്. ഓക്കെ, അതിരിക്കട്ടെ. ഇനി ഇത് സുകുമാരക്കുറുപ്പാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ സ്ഥിരീകരിച്ചത്? എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാവുന്ന ആകെ സുകുമാരക്കുറുപ്പ് നമ്മുടെ DQ-നെയാണ് കേട്ടോ. ഇനി ആരെങ്കിലും മമ്മൂട്ടി സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമോ എന്തോ DQ-ന്റെ അച്ഛൻ, പറയാൻ പറ്റത്തില്ല. അതും ചിലപ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടും, എന്തോ ദൈവത്തിനറിയാം. ഇനി ഇത് സുകുമാരക്കുറുപ്പാണെങ്കിൽ വെൽഡൺ 24 ഇല്ലേക്കുള്ള കാര്യം അവതാളത്തിൽ ആവലും മൂഞ്ചലുമായി പോകും. എന്തായാലും നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ പറയുന്നത് കേട്ടു നോക്കാം കാര്യങ്ങളെ. ഇല്ല, അതിനകത്ത് അന്വേഷണം ഉണ്ടാകത്തില്ല. കാരണം ഇതുപോലെ ധാരാളം ആൾക്കാർ ഫ്രോഡ് പാസ്പോർട്ടുമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളുണ്ട്. ഇതിനകത്ത് മേനോൻ തന്നെ സുകുമാരക്കുറുപ്പിന് അത്ര ബുദ്ധിയുള്ള ഒരാൾ വീണ്ടും ഒരു മലയാളിയുടെ പാസ്പോർട്ട് അയാൾ എടുക്കുമോ? അത് നമ്മൾ ചിന്തിച്ചാ നോർമലായിട്ട്. അത് തന്നെയല്ലേ പോർട്രേറ്റ് പാല ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മൂക്ക്, അയാളുടെ മൂക്കൊന്ന് നോക്കിക്കേ. അങ്ങനെയൊക്കെയാണോ അന്വേഷിക്കേണ്ടത്? മൂക്ക് മാത്രം നോക്കിയാണോ അന്വേഷിക്കേണ്ടത്? രണ്ട് ജോർജ് ജോസഫ്, ഇയാൾ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ അരമണിക്കൂറിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എങ്ങനെ, എന്തിന്? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ വിത്തിൻ അരമണിക്കൂറിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. വൈ? മൂക്കോ? അതിപ്പം ഇങ്ങനെ ഷെയ്ഡി ക്യാരക്ടർ ആരായാലും ശരി, അവനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, അന്നേരം സ്വിച്ച് ഓഫ് ചെയ്യില്ലേ? അല്ല ജോർജ് ജോസഫ്, ഇയാൾ ഷെയ്ഡി ക്യാരക്ടർ ആണെങ്കിൽ ഈ ഷെയ്ഡി ക്യാരക്ടർ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പൊ കേരളം പോലെ വാർത്താ സാധ്യതയുള്ള സ്ഥലത്ത് 3 മണി മുതൽ ഈ സമയം 7:30 വരെ നമ്മൾ വാർത്ത പുറത്തുവിടുമ്പോൾ ഇയാളൊരു ഷെയ്ഡി ക്യാരക്ടർ ആണെങ്കിൽ ഈ ഷെയ്ഡി ക്യാരക്ടർ അറിയാവുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവില്ലേ? ഒരാൾ പറയട്ടെ ഇത് ഞാനാണെന്ന്, അല്ലെങ്കിൽ എന്റെ അയൽവാസിയാണെന്ന്, അല്ലെങ്കിൽ ഇന്ന് ഷെയ്ഡി ക്യാരക്ടർ ആണെന്ന്. എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ടൊക്കെ ഇനിയിപ്പോ വരൂല എന്നൊക്കെ കണ്ടറിയും. കാണാൻ പോകുന്ന പൂരം കണ്ടറിയാന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ നമ്മുടെ 24-ന്റെ അവസ്ഥ. എന്തോന്നു ഇതെങ്ങാണ്ട് സുകുമാരക്കുറുപ്പല്ലൊക്കെയാണ്. അയ്യോ, ഹാഷ്മി അണ്ണനൊക്കെ പറക്കുന്നത് ഇവിടെ നിന്ന് നിൽക്കൂല. SK ഇങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞതാണെന്ന് പറയുന്നത് പോലെ പറന്നു പോവും. അതൊരു പോക്കായിരിക്കും, ഒന്നൊന്നൊരു പോക്ക്. ഇനി വേറൊരു വ്യക്തി, അതായത് പാരിജാതൻ എന്ന് പറയുന്നൊരു വ്യക്തി തത്സമയം 24-ൽ കേൾക്കാം. അല്ല എന്ന് ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് തെളിയിക്കാൻ എന്റെ മനസ്സിൽ സംശയം കൂടുതൽ വരാൻ വേണ്ടി ഇയാൾ ഒരു ദിവസം മലേഷ്യ പോകുന്നു പറഞ്ഞപ്പോ ഇയാളുടെ വണ്ടിയെ ഞാൻ ഫോളോ ചെയ്തു. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ തുങ്കുറോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ തുങ്കുറോങ്ങിലോട്ട് തിരിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ മലേഷ്യയിൽ പോകുന്ന തുങ്കുറോങ് വഴിയാണ്. തുങ്കുറോങ് വഴി പോകുമ്പോഴത്തേക്ക് അവിടെ മലേഷ്യയിൽ ഇറങ്ങാനും മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ട്. അവിടെ പോയിട്ടാണ് ഇയാൾ മലേഷ്യ പോകുന്നത് പറഞ്ഞിട്ട് വരുന്നെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു ഇയാള് ഞാൻ കണ്ട പാസ്പോർട്ടിലുള്ള ആള് തന്നെയാണ്. കാര്യം ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഒരാളുടെ കയ്യിലിരിക്കണമെങ്കിൽ അയാളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അയാളുടെ പാസ്പോർട്ട് മറ്റൊരാളുടെ കയ്യിലിരിക്കില്ല, അയാളുടെ കയ്യിലിരിക്കും. അപ്പൊ ഇയാൾ ഒരു രേഖയില്ലാതാണ് മലേഷ്യയിൽ താമസിച്ചിരുന്നെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ രണ്ടാമത് ഒരു 2019 ഇഷ്യൂ ചെയ്ത ഒരു പാസ്പോർട്ട് കോപ്പി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അയാളൊരു കമ്പനിയിൽ കൊടുത്തതാണ്, ഇയാളുടെ പാസ്പോർട്ടായിട്ട് കൊടുത്തതാണ്. ആ കൊടുത്ത കോപ്പിയാണ് ഞങ്ങൾ എടുത്തിട്ട് SK തന്നിരുന്നത്. അപ്പൊ അതില് ഉള്ള പേരും കണ്ടല്ലോ, വേറൊരു പേരിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ജോൺ മേനോനല്ല, സുകുമാരക്കുറുപ്പൊന്നും അല്ല. ഇത് ഇനി എനിക്ക് തോന്നുന്നത് ഇത്രയും എവിഡൻസ് കൊടുത്ത് അയാളുടെ ഫോൺ നമ്പർ തന്നു, അയാളുടെ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ ഇയാൾ പിടിക്കാവുന്നുള്ളത് വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പാരിജാതൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈ അന്വേഷണം ആരംഭിച്ചു, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടു. തീർച്ചയായിട്ടും ഇയാളുടെ ബന്ധുക്കളൊക്കെ നാട്ടിൽ സജീവമാണ്, അവരൊക്കെ തന്നെ ഇയാളെ അറിയിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇയാളും ചിലപ്പോൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. മാത്രമല്ല നമ്മൾ ഈ സംവാദം തമ്മിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ തന്നെ അത് അയാൾ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അയാളെ വേറെ ഏതെങ്കിലും താവളത്തിലേക്ക് മുങ്ങാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അയാൾക്ക് ബ്രൂണയിൽ നിന്ന് മുങ്ങി എയർപോർട്ട് വഴി മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുമോ? അയാളുടെ കയ്യിൽ പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് 100% അയാൾക്ക് പോകാൻ കഴിയും. രണ്ടാമത് ഒരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. എന്റെ ഫോണിൽ നിന്ന് എന്റെ സുഹൃത്തിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു. അയാൾ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. അയാൾക്ക് അസുഖമൊന്നും ഉള്ളതായിട്ടുള്ളൊരു ലക്ഷണമൊന്നും കണ്ടിട്ടില്ല. അയാൾ വളരെ കൂളായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഒരു ബിസിനസ് ഡിസ്കഷന് വേണ്ടി വരാൻ തയ്യാറാണ്. അപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇപ്പൊ വരാൻ തയ്യാറല്ല, ഇപ്പോഴും വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സംസാരത്തിൽ നിന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കുന്നുണ്ട്. വീണ്ടും ഏതേതോ കഥയിലെ വേടനായി ശാപമായി അങ്ങനെ ഇത് സുകുമാരക്കുറുപ്പെന്ന് അവർ കൺഫേം ആക്കിയിരിക്കണം. അങ്ങനെ പിടിച്ചെങ്കിൽ വേറെ ലെവൽ കേട്ടോ. ആലോചിച്ചു ഇത്ര വർഷത്തെ കാത്തിരിപ്പ് കാൽ ധരിച്ചു പോയി
ഇത്രയും വർഷം കാത്തിരുന്നതിന് ശേഷം സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കുന്നു. വാവ്, അമേസിങ്. പക്ഷേ ഇവിടെയാണ് അടുത്ത പ്രശ്നം ആരംഭിക്കുന്നത്. പകതനപ്പുറ അന്ധകളിയോടാട്ടത്തെ നമുക്ക് കാണാം. പുതിയ ന്യൂസ് മനോരമയിൽ വന്നതാണ്. 24 ആണ് സുകുമാരക്കുറുപ്പിനെ എക്സ്പോസ് ചെയ്യുന്നത്. എന്നാൽ മനോരമ എന്ന് പറയുന്നത് ഇത് സുകുമാരക്കുറുപ്പല്ല. ഇങ്ങനെയില്ല. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സുകുമാരക്കുറുപ്പ് കേസിൽ വീണ്ടും ട്വിസ്റ്റ്. പുറത്തുവന്ന ചിത്രം കുറുപ്പിന്റേതല്ലെന്ന് വെളിപ്പെടുത്തൽ. തൃശൂർ കരുമത്ര സ്വദേശി ദാമോദര മേനോൻ എന്ന് ബന്ധുക്കൾ. നിഖിൽ ഡേവിസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഈ കാണുന്ന ഫോട്ടോ അത് തൃശൂർ കരുമത്ര സ്വദേശി ദാമോദര മേനോന്റേതാണെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുന്നുണ്ടോ? ആരാണ് ഈ ദാമോദര മേനോൻ? ബ്രൂണയിലാണോ? നിലവിൽ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ കരിമത്രയിലുള്ള സുരേന്ദ്ര മേനോൻ, കരുണാകരൻ എന്ന സുരേന്ദ്ര മേനോന്റെ വീട്ടിലാണുള്ളത്. അവരുടെ അദ്ദേഹം നമുക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഈ ഫോട്ടോയിലുള്ള ആളാണല്ലേ ചേട്ടൻ? ചേട്ടനാണോ? ചേട്ടൻ. എത്ര മക്കളാണ് നിങ്ങൾ? 3 ആള്. പിന്നെ ഒടുക്കത്തിൽ പെങ്ങളുണ്ട്, സരളാദേവി. 3 മക്കളാണ്. 3 മക്കളാണ്. ചേട്ടന്റെ പേരെന്താ? മുഴുവൻ പേര്? ദാമോദര മേനോൻ. മൂർക്കനാട്ട് ദാമോദര മേനോൻ. ദാമോദര മേനോൻ. ഇവിടെ നിലവിൽ ഏത് രാജ്യത്ത് അദ്ദേഹം ഉള്ളത്? ഇപ്പൊ മലേഷ്യയിൽ. മലേഷ്യ ഇന്തോനേഷ്യയും കണക്ഷൻ ഉണ്ട്. അവിടെ ആയിട്ട് കുറെ കാലമായി. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 30 വർഷമായി. 30 വർഷമായി. 2000 വന്നിട്ടില്ല അല്ലേ? അവസാനമായിട്ട് ചേട്ടനോട് സംസാരിച്ചത് എപ്പോഴാണ്? അത് 1 മാസം മുമ്പ്. ചേട്ടനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഗോപി, അതായത് ഇപ്പൊ ആ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ സഹോദരൻ അങ്ങ് ഒരു ഗൾഫ് പറഞ്ഞു. അവിടുന്ന് പോന്താ 10-30 കൊല്ലം വർക്ക് ചെയ്ത ആളാണ്. ചേട്ടന്റെ പടം ഈ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ രീതി അതൊക്കെ വേറുന്നേ. എന്ത് സുകുമാരക്കുറുപ്പ്? ചേട്ടൻ എത്ര കാലം മുമ്പ് നാട്ടിൽ നിന്ന് പോയത്? ചേട്ടൻ പോയിട്ട് കാലം കുറേ മനസ്സിലായോ? അവിടെ പോയിട്ട് അങ്ങോർക്ക് അവിടെ സിറ്റീസ് ഉണ്ട്. അങ്ങോട്ട് സുകുമാരക്കുറുപ്പ് എന്നോട് കളിച്ചാൽ കോട്ടിലാണ് പോയി ഞാൻ. നിയമ നടപടി സ്വീകരിക്കണം എന്നല്ലേ? ഹൈക്കോടതി ജഡ്ജി MP തന്നെ. ഇതില് നിലവില് അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയാ? ഭാര്യ മക്കളൊക്കെ എങ്ങനെയാ? ഭാര്യ 2 മക്കളും അവിടെ ഉണ്ട്. പാലക്കാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. നമ്മുടെ ശിവദാസ് മേനോൻ ഉണ്ടാകുന്നു, അറിയോ? ഒക്കെ പറഞ്ഞ സങ്കടവും. ശിവദാസ് മേനോന്റെ മരുമകളാ. ഈ ഒരു വാർത്ത വിഷമുണ്ടായിരിക്കും. ആളുമ്പോൾ വന്നിട്ട് കുറച്ച് കാലമായി. ദാമോദര മേനോൻ ചേട്ടനെ ഫോണിൽ കിട്ടാൻ നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്പറിൽ വിളിക്കാം. നമ്പറുണ്ട്. ഞാൻ അവിടെ എൻ്റെ ഒരു ചിലപ്പോൾ ഗോപി വിളിച്ചു തരും. സംസാരിച്ചോളാം, അമ്മാവൻ എന്തെങ്കിലും വേണം സംസാരിച്ചോളാം പറയും. ആ നമ്പറിലൊന്നും നമുക്ക് വിളിക്കാം. അതോടൊപ്പം തന്നെ എന്താണ് ഈ ഏറ്റവും അവസാനം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥ കണ്ടീഷൻ മോശമാണ്. എന്താ ഇപ്പോൾ വയ്യാതിരിക്കാനോ? ടയർഡായിക്കാണ്. അപ്പൊ കട്ടിലുമാനെ പിടിക്കുക കിടക്കാൻ നിൽക്കണം. വീഡിയോ കോൾ വിളിച്ച് കണ്ടോ അന്ന്? എന്താ അറിയില്ല. അപ്പൊ പിന്നെ അവിടെ നമ്മുടെ ആൾക്കാരുള്ളത് രജനി മേനോല്ലേ, തിരുവനന്തപുരത്ത്, അവരോട് ചോദിച്ചോക്കാറ്. ഇതില് നിലവിൽ ഇപ്പൊ ഗോപി എന്ന് പറഞ്ഞ ആളിവിടെ ഇല്ല അല്ലേ? ഞങ്ങള് ജോലി ഉണ്ടോ അത്താണിയില് വലിയ കമ്പനി. ആൾക്കാണ് വിളിക്കാൻ അറിയാം, നമ്പറൊക്കെ അറിയാം അല്ലെ? ഇപ്പോ എന്താ പഠിച്ചതൊക്കെ എന്താണ് ചേട്ടൻ പഠിച്ച്? നല്ല കേരളത്തില് ഇവിടെ വടക്കാഞ്ചേരി ഇവിടെ പഠിച്ചു. എന്താ പഠിച്ചിരിക്കുന്നത് ചേട്ടാ അന്ന്? ചേട്ടാ അവിടെ പോയിട്ട് AMA പാസ്സായി. ഇവിടുന്ന് വിട്ട് പൂനെയിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് ഇവിടെ കടന്നു, പുറത്ത് കടന്നു. അത് കഴിഞ്ഞ് AMA പാസ്സായി. അപ്പോൾ അഞ്ജിത, അതിൽ ഫോൺ വിളിക്കാനായിട്ടുള്ള ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിലവിൽ ഫോൺ വിളിക്കാനുള്ള സംവിധാനം ഇല്ല. അപ്പം നമ്പറൊക്കെ ഉള്ളത് വേറൊരു ബന്ധുവിന്റെ വീട്ടിലാണ്. ബന്ധു ജോലിക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ പറ്റാത്തത്. ഈ ചിത്രം അടങ്ങിയ വാർത്ത സുകുമാരക്കുറുപ്പിന്റെ എന്ന് പറയുന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രം ചോദിച്ചോട്ടെ. ഇതിപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോസ് ഒക്കെ വന്നാൽ അത് പെട്ടെന്ന് അവളിലേക്ക് എത്താം. ഒരുപക്ഷെ ഈ ദാമോദര മേനോൻ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ അദ്ദേഹം കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അവരാരും ആ തരത്തിൽ ഇവിടേക്ക് ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലേ? ഇവിടെ പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വാർത്ത ഒരുപക്ഷെ അവർ മലേഷ്യയിലായതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടാതാണോ എന്നറിയില്ല. പക്ഷേ വീട്ടുകാർ, ഇവരുടെ ബന്ധുക്കളുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നത്. ഈ ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞപ്പോഴാണ് ഇത് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രം തൃശ്ശൂർ കരുമത്ര സ്വദേശിയായിട്ടുള്ള ദാമോദര മേനോൻ, മൂർക്കനാട്ട് വീട്ടിലെ ദാമോദര മേനോന്റെ ചിത്രമാണെന്ന് ദാമോദര മേനോന്റെ ഏക സഹോദരനായിട്ടുള്ള സുരേന്ദ്രൻ എന്ന കരുണാകര മേനോൻ പറയുകയാണ്. അവർ പറയുന്നത് TV കാണുന്ന ചിത്രം, പാസ്പോർട്ടിൽ വന്ന പ്രത്യേക ചിത്രമൊക്കെ സ്വന്തം ചേട്ടന്റെ ചിത്രമാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു ചേട്ടനുള്ളൂ. അതിപ്പോ ഇവിടുന്ന് പോയിട്ട് 30 കൊല്ലമായി. അവിടെ വല്ല പഴയ ഫോട്ടോ ഉണ്ടോ?
എനിക്ക് അറ്റാക്ക് വന്നു. ഈ വിലാസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പഴയ ഫോട്ടോ ഇവിടെ ഒരു ഫോട്ടോ, അതായത് ചെറുപ്പത്തിലൊരു ഫോട്ടോ വീടിൻ്റെ അകത്തുണ്ട്. ഇതാണ് ഫോട്ടോ, പഴയ ഒരു ചെറുപ്പത്തിലെ ഫോട്ടോയാണ്. ഈ ഫോട്ടോയാണ് പഴയ ഫോട്ടോ ആണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്നയാൾ സ്വന്തം സഹോദരനാണെന്നുള്ള വെളിപ്പെടുത്തലാണ് മൂർക്കനാട്ട് വീട്ടിൽ സുരേന്ദ്രമേനോൻ പറയുന്നത്. അപ്പോൾ കരുണാകരൻ എന്ന സുരേന്ദ്രമേനോൻ പറയുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി അവരെ ഫോണിൽ വിളിച്ച് കിട്ടേണ്ടതുണ്ട്. എന്തോ വീണ് പരിക്ക് പറ്റി വാക്കറിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു വാർത്ത പ്രചരിച്ച ഒരു അവസരത്തിലാണ് ബന്ധുക്കൾ ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അഞ്ജിത. ഓക്കെ നിഖിൽ, ഇവിടെ ഇപ്പൊ അദ്ദേഹം ഈ ദാമോദരമേനോന്റെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന ആള്, അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഓർമ്മയുണ്ടായില്ല. അതൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വല്ല ഫേസ്ബുക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇതേക്കുറിച്ച് അറിയുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നമുക്ക് പോകാം. നിഖിൽ, നിലവിൽ ഇവരുടെ ബന്ധുക്കൾ സഹോദരനും ഒരു സഹോദരിയുമാണ് ഉള്ളത്. 2 പേരാണ്, സഹോദരനും സഹോദരിയും. അപ്പോൾ അതിൽ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. സഹോദരിയുടെ മരുമകനുണ്ട്, മരുമകൻ്റെ ഫോണിലാണുള്ളത്. മരുമകൻ ജോലിക്ക് പോയതിനാൽ അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീട്ടിൽ ഉള്ള മറ്റ് ആളുകൾ അവരോട് നമ്മൾ സംസാരിച്ചു, നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ ചിത്രം ദാമോദരൻ ജി ദാവൂദിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞ് അവർ രംഗത്തുണ്ട്. ഇത് സത്യമാണെങ്കിൽ SKN മൂഞ്ചി, ഹാഷ്മി മൂഞ്ചി, മൊത്തത്തിൽ മൂഞ്ചി. സുകുമാരക്കുറുപ്പ് വീണ്ടും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി മാറും. ഇനി മറ്റൊരു സുകുമാരക്കുറുപ്പാണെങ്കിൽ എന്തായാലും കൈ അടിക്കണോ ചെകിടത്തടിക്കണോ എന്ന് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. മിക്കവാറും ചെകിടത്തടി കിട്ടാനാണ് ചാൻസ്. അയ്യോ പറഞ്ഞത്, അല്ലെങ്കിൽ പറയാമായിരുന്നു. ഇതാണെന്ന് ഡൗട്ടുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. പറഞ്ഞത് ഇതാണ് സുകുമാരക്കുറുപ്പ്, അല്ലെങ്കിലുള്ള അവസ്ഥ, ന്യൂസുകാരവസ്ഥ, 24-കാരവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. അപ്പം ശരി, നിങ്ങൾ പറ, നിങ്ങൾക്കിത് കണ്ടിട്ട് സുകുമാരക്കുറുപ്പാണെന്ന് തോന്നുന്നു. ഇനി സുകുമാരക്കുറുപ്പിനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ശരി, ബൈ.